അപ്പനുമില്ല മോനുമില്ല കേരള നിയമസഭയിൽ. അപ്പനും മോനും ഉണ്ടാകുമെന്നും രണ്ടുപേരും സഭയിലിരിക്കുമെന്നും അപ്പൻ 1 കോടി രൂപയുടെ വാഗ്ദാനവുമൊക്കെ സമ്മാനവുമൊക്കെ പ്രഖ്യാപിച്ചതാണ്, ആഘോഷത്തിന് ക്ഷണിച്ചതുമാണ്. മോൻ പറഞ്ഞതാകട്ടെ നിയമസഭയിൽ എൻ്റെ അപ്പനുണ്ടാകും എന്നാണ്. ഇല്ല ഷോൺ ജോർജ്, അപ്പൻ വീട്ടിൽ തന്നെ തുടരും. അപ്പൻ ഇനിയും പത്രസമ്മേളനം നടത്തി വിദ്വേഷങ്ങളൊക്കെയും പറയാം. അപ്പൻ എത്രയും കാലം ഇരുന്ന് പറയുന്നോ അത്രയും കാലം മോൻ ഇങ്ങനെ തന്നെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ജാതീയതയുടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമല്ല, മറിച്ച് ജനവിധിയുടെ തീഷ്ണതയാണ് പ്രധാനമെന്ന് തെളിയിച്ചു കേരളം. അപ്പനും മോനും പൂഞ്ഞാറിലും പാലയിലും മത്സരിച്ചത് ക്രിസ്ത്യാനികളുടെ എണ്ണം നോക്കിയാണ്. ക്രിസ്ത്യാനികൾക്ക് സവിശേഷമായ എന്തോ ഒരു പ്രത്യേക സ്നേഹവും മമതയും ഉണ്ടാകുമെന്നും അത് മുസ്ലിം വിരോധവും മുസ്ലിം ശത്രുതയും പറഞ്ഞാൽ കൂടുതൽ കിട്ടുമെന്നും വിചാരിച്ച രാഷ്ട്രീയത്തിനാണ് കനത്ത തിരിച്ചടി കിട്ടിയത്. പൂഞ്ഞാറിലും പാലയിലുമൊന്നും കാര്യമായ ഒരു സംഗതിയും രണ്ടുപേർക്കും ഉണ്ടാക്കാനായില്ല. പാലായിൽ എന്തായാലും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയും ഭീകര തീവ്രവാദവും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അവിടെ വോട്ട് ചെയ്തത് ഈ പറയുന്ന ആർക്ക് വേണ്ടിയാണ് ജാതീയത പറയുന്നതെന്ന് അവരൊക്കെ തോന്നിപ്പിച്ച ആ ജനങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയം ഇവിടെ വേണ്ട എന്ന് പ്രഖ്യാപിച്ചത്. അതിൻ്റെ മറുപടിയാണ് രണ്ടുപേർക്കും കിട്ടിയത്. അതുകൊണ്ടാണ് അപ്പൻ ദൂരെ നിന്ന് ഈ കാഴ്ച കാണുന്നത്. കേരളത്തിൽ മറ്റേതെങ്കിലും ചരടി തൂങ്ങി അപ്പുറം പിടിക്കാമെന്നല്ലാതെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഭിന്നിപ്പിച്ചോ ചതിച്ചോ വഞ്ചിച്ചോ തമ്മിലടിപ്പിച്ചോ നിയമസഭയിലേക്കോ മറ്റൊരു നിയമ നിർമ്മാണ പ്രക്രിയയുടെ മേഖലയിലേക്കോ കടക്കാനാവില്ല. രാജ്യസഭ നോക്കാം, മോഡിജി അനുഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്തുണച്ചാൽ മതി. അതുകൊണ്ട് ദയവായി അപ്പനും മകനും നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ട രാഷ്ട്രീയം നടത്തണം. അതല്ലാതെ വൈരാഗ്യവും വിദ്വേഷവും തീവ്രവാദവും ഈരാറ്റുപേട്ടക്കാരെ കുറേ ചീത്തയും പറയുന്നതുകൊണ്ട് പൂഞ്ഞാറിലെ ജനങ്ങൾ ജയിപ്പിക്കും എന്ന് വിശ്വസിക്കരുത്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം മാറി നിന്നൊരു വോട്ടാണ് ചെയ്തത്. അത് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറമാണെന്ന് ഈ പറഞ്ഞ തവന്നൂരടക്കമുള്ളത് തെളിയിച്ചു, തിരുവമ്പാടിയും തെളിയിച്ചു. കാരണം അവിടങ്ങളിലൊക്കെ മറ്റ് ചില സമവാക്യങ്ങൾ കത്തിപ്പടരുമെന്ന് വിചാരിച്ചെങ്കിൽ ജനങ്ങൾ ആ സമവാക്യങ്ങൾക്കപ്പുറത്ത് നിഷേധ വോട്ടുകളാണ് വാരി നിറച്ചത്. ആ നിഷേധ വോട്ടിൻ്റെ വിജയമാണ് ഇത്രയും തിളക്കമാർന്ന വിജയം, UDF പാളയം പോലും പ്രതീക്ഷിക്കാത്ത വിജയം അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് അപ്പനും മോനും ശാന്തമായി ഈ ജനവിധി ശ്രദ്ധാപൂർവം പഠിക്കണം. പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും ചെവിയിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് രണ്ടുപേരുടെയും ഹൃദയങ്ങൾ മാറി മാറി ആ നാടിമിടിപ്പ്, ഹൃദയസ്പന്ദനം തിരിച്ചറിയണം. അത് മനുഷ്യൻ്റെ ഹൃദയസ്പന്ദനമാണ്. ജാതിയും മതവും വിദ്വേഷവും വെറുപ്പുമൊക്കെ വേറെ. മനുഷ്യരായി നമ്മൾ ജീവിക്കാനുള്ള ഒരു കേരളത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധത തെളിയിക്കുന്നതാണ് ഈ 2 മണ്ഡലങ്ങളിലും ജനങ്ങൾ കാണിച്ച വോട്ട്. അതിൽ നിന്നെങ്കിലും ഇരുവരും പാഠം പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുകൊണ്ട് വെറുതെ 1 കോടി രൂപ ആർക്കോ സമ്മാനം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ആഘോഷത്തിന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത് കേവലം അബദ്ധമായി പറഞ്ഞ് ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, അപ്പൻ ഈ പണിയുമായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അപകടത്തിലായത് ഷോൺ ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയാണെന്ന്. അപ്പൻ ഈ പണി ചെയ്തില്ലായിരുന്നെങ്കിൽ ഷോൺ ജോർജിന് ഇന്ന് കേരളത്തിലെ ഒരു MLA ആയോ നാളുകളിൽ ഒരു മന്ത്രിയായോ ഒക്കെ നിറഞ്ഞു നിൽക്കാമായിരുന്നു. ഇതിപ്പോൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ പോലും വെറുത്തിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ, സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ കേവലം ഏതെങ്കിലും സ്ഥാനം കുറച്ചു കാലത്തേക്ക് ഒപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം കിട്ടാനാണ്? എന്ത് ഉപകാരം ലഭിക്കാനാണ്?